ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴികളെ രാവിലെ വിടുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കോഴിത്തീറ്റയും അതുപോലെ ഗോതമ്പ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതും കൂടെ ഒന്ന് വെള്ളം നനച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. പെല്ലറ്റാണ് ഞാനിവിടെ തീറ്റയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തലേദിവസത്തെ ബാക്കി വന്ന ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറ് അധികം വെന്ത് പോവാത്ത ചോറാണ് ഞാനിവിടെ കോഴികൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ ചോറാകുമ്പോൾ കോഴികൾക്ക് തിന്നാനൊരു മടിയുള്ള പോലെയാണ്. ഇനി ഇതിലേക്ക് അരിത്തവിടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കോഴികൾക്ക് പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അവരുടെ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ഞാനിവിടെ തീറ്റയിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കാറ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കോഴികളെ ഓരോരുത്തരായിട്ട് തുറന്നു വിടാം. അപ്പോൾ അവർ തമ്മിൽ നല്ല കച്ചറ കൂടലൊടങ്ങിയാണ്. ഞാനിപ്പോൾ ഈ തണുപ്പ് സമയമായതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് വരെ വിടാറ്. ഒരു 8 മണി സമയമൊക്കെ ആകുമ്പോഴാണ് കോഴികളെ പുറത്ത് വിടാറുള്ളൂ. രാവിലെയൊക്കെ നല്ല മഞ്ഞുള്ള സമയമാണല്ലോ, അപ്പോൾ കുറച്ച് വൈകിട്ടാണ് പുറത്ത് വിടാറ്. അപ്പോൾ ഈ ബാച്ചിനാണ് ആദ്യം വിട്ടത്. ഇനി രണ്ട് തള്ളാരും കൂടെ ഉണ്ട് കൂട്ടിൽ. അവരാദ്യം വിട്ടാൽ പിന്നെ ഇവരെ തിന്നാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവരെ ആദ്യം വിട്ട് ഇവർക്കൊന്ന് വയറൊക്കെ ഒന്ന് നിറഞ്ഞ് സെറ്റായതിന് ശേഷമാണ് മറ്റേ 2 പേരെ വിടൽ. ഇവർക്ക് ഓരോരുത്തർക്കും വേറെ വേറെ സ്ഥലത്തായിട്ട് ഫുഡ് കൊടുക്കണം. ഇപ്പോൾ കാണുന്ന 2 വെള്ളക്കുട്ടികളുണ്ടല്ലോ, അവർ രണ്ടുപേരും ഇവർ തിന്നാനേ സമ്മതിക്കില്ല കൊത്തിയിട്ട്. അപ്പോൾ അവർക്ക് ഞാൻ വേറെ സ്ഥലത്ത് ഫുഡ് വെച്ച് കൊടുക്കാറാണ്. അപ്പോൾ ഇവർക്ക് വേറൊരു സ്ഥലത്തായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. മറ്റേ കോഴികൾ അപ്പുറത്തുനിന്നും കഴിക്കുന്നുണ്ട്. ഒന്നിച്ചൊരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ കോഴികളുടെ വീഡിയോ കാണിച്ചപ്പോൾ ഈ കോഴികൾ ഏതിനത്തിൽ പെട്ടതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു 1K ഒക്കെ വ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ കമൻറ്റ് ഒന്നും ആരും ചെയ്തിട്ടില്ല ഏതിനും കോഴിയെന്ന്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നേരത്തെ വിട്ടവരൊക്കെ വയറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെ ഒന്ന് തുറന്നു വിട്ടിട്ട് ഇവർക്കും കൂടെ നമുക്ക് തീറ്റിട്ട് കൊടുക്കാം. ഇവർ 2 പേരാണ് നമുക്ക് മുട്ടയിടുന്ന കോഴികൾ ഉള്ളത്. ഇവർ BV380 ഇനത്തിൽപ്പെട്ട കോഴികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടവച്ച കോഴി അടയിരിക്കുന്നതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ കോഴികളുടെ വെള്ളം കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി കോഴികളുടെ വിശേഷങ്ങളും നമ്മുടെ അടവച്ച കോഴിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.